അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്ന പ്രിൻസിപ്പിളിൻ്റെ പേരെന്താണ്? എക്സാഗറേഷൻ. ഓക്കെ, അനിമേഷൻ്റെ 10ാമത്തെ പ്രിൻസിപ്പിളാണ് എക്സാഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം നമുക്ക് എക്സാഗറേഷൻ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു, നോർമലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ബാക്കിലോട്ട് അടിച്ച് അറിയാൻ പറ്റും. ഈ ഒരു ക്യാരക്ടർ ബേസിക്കായിട്ട് എന്താ പുറകിലോട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു സംഭവം. അതിന് ആ ക്യാരക്ടറിനെ ഞാൻ എന്ത് ചെയ്തു, സ്വല്പം കൂടെ ഒന്ന് എക്സാഗറേറ്റ് ചെയ്ത് ഇടിയുടെ എക്സാഗറേഷൻ കുറച്ചും കൂടെ കൂട്ടി. കണ്ടല്ലോ ഈ ക്യാരക്ടറിനെ. അപ്പോൾ ആ ഇടി കൊള്ളുന്നതിൻ്റെ എക്സാഗറേഷൻ കുറച്ചും കൂടെ കൂട്ടി. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ്റെ എക്സാഗറേഷൻ കുറച്ചും കൂടെ കൂട്ടി. അപ്പം ആക്ഷൻ, പോസ്, എക്സ്പ്രഷൻ, അതിൽ മൂന്നിലും അതിന് മുമ്പത്തെ എക്സാഗറേഷൻ എന്തായിരുന്നു? സാധാരണ നിൽക്കുന്നൊരു പോസ്, ഇങ്ങനെ നിൽക്കുന്നൊരു പോസ്, ഇങ്ങനെ നിൽക്കുന്നൊരു പോസ്. നോർമൽ പോസസ് ആയിരുന്നു മൂന്നും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ, ഒരു പോസ്, ഒരു എക്സ്പ്രഷൻ, അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് എക്സാഗറേഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കൂടുതൽ ഇടിക്കുന്ന, നല്ല പവറിൽ ഇടിക്കുന്ന ഒരു ഫീല് കൊണ്ടുവന്നു. അതേപോലെ ഇയാളെ മാക്സിമം ഇടി കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീല് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എക്സാഗറേറ്റ് ചെയ്തു. അതുപോലെ ഈ എക്സ്പ്രഷന് മോർ എക്സ്പ്രഷൻ കൊടുത്തു. ഇപ്പോൾ ഇതാണ് ആക്ച്വലി എക്സാഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ഷൻ ചെയ്യുന്നതിനെ കുറച്ചും കൂടെ എന്താണ്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു എന്താണ് എക്സാഗറേഷൻ എന്ന് പറയുന്നത്. നോർമലി അതാണ്, അതായത് മുകളിൽ നിൽക്കുന്നുള്ളൊരു ഫീല് കൊണ്ടുവരിക, അതാണ് എക്സാഗറേഷൻ എന്ന് പറയുന്നത്. ഇനി പണ്ടത്തെ സമയത്ത് ഡിസ്നിയിലെ അനിമേറ്റേഴ്സ് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും ആ ഒരു എക്സാഗറേഷൻ വരണം, അല്ലെങ്കിൽ മോർ റിയലിസം വരണം, കൂടുതൽ റിയലിസം വരണമെന്ന് ആ സമയത്ത് ഡയറക്ടർമാർ പറയായിരുന്നു, അനിമേഷൻ ഡയറക്ടർമാർ പറയായിരുന്നു കൂടുതൽ റിയലിസം വരണമെന്ന്. അപ്പോൾ അവർ എത്ര വരച്ചിട്ടും അവർക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. എന്താണ് എക്സാഗറേഷൻ? അപ്പോൾ ഡയറക്ടർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അത് എന്താണെന്നുള്ളൊരു സംഭവം ആ സമയത്ത് പിടി കിട്ടിയിട്ടില്ലായിരുന്നു. വീണ്ടും ഡയറക്ടർ പറയണം, ഒരു പ്രാവശ്യം ചെയ്തു, ഇല്ല, വീണ്ടും കുറച്ചും കൂടെ എക്സാഗറേറ്റ് ചെയ്തു. അപ്പോൾ ആ വരയ്ക്കുന്നത് മാത്രം പോരാ, ഒരു പോസ് പ്ലസ് റിയലിസം. അപ്പോൾ ആ റിയലിസം കൂടെ വരണം. ആ റിയലിസം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് എന്താണ് എക്സാഗറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ സാഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവനെ കൂടുതൽ സാഡാക്കുക, അതാണ് എക്സാഗറേഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് അനിമേഷനിൽ അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ആവുള്ളൂ. റിയൽ മൂവീസിൽ, നമ്മുടെ ലൈവ് ആക്ഷൻ മൂവീസിൽ നമ്മൾ ഒരു ക്യാരക്ടർ സാഡായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഓവർ എക്സാഗറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയുക, അതൊരു ഓവർ ആക്ടിങ് ആയിപ്പോകും. പക്ഷേ ഇതിൽ എക്സാഗറേഷൻ അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടെ സാഡ് ആക്കിയാലേ മോർ സാഡ് എന്ന് പറയാൻ പറ്റും. ഹാപ്പി ആണെന്നുള്ളത് എന്താണ്, മോർ ഹാപ്പി. അങ്ങനെ ആക്കിയാലേ മോർ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ വെറും ഹാപ്പി ആവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ എക്സാഗറേഷൻ കൊടുക്കുക. അപ്പം ഇങ്ങനെയുള്ളൊരു പോസാണെങ്കിൽ ഇതിനെ കൂടുതൽ എന്താക്കുക, ഓവറായിട്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാഗറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഈ ഒരു പോസാണെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താവും, അത് ഓക്വേർഡായിപ്പോവും, ഒരു ഫീലില്ല. മൊത്തത്തിൽ ആ ഒരു പോസിനെ തന്നെ മാറ്റണമെന്നല്ല പറയുന്നത്, ഉള്ള പോസിനെ എന്ത് ചെയ്യുക, കൺവിൻസ്ഡ് ആക്കുക, അല്ലെങ്കിൽ ആ ഉള്ള പോസിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ എക്സാഗറേറ്റ് ചെയ്ത് കാണിക്കുക. അത് നമുക്ക് ജസ്റ്റ് നമ്മളെ കൺട്രോൾസ് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാഗറേഷൻ നമുക്ക് കിട്ടും. മോറാണെങ്കിൽ അതിനെക്കാട്ടി കൂടുതലായിട്ട്. അല്ലാതെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ എന്താണ്, നമ്മൾ ആ ഒരു പോസിനെ നമ്മൾ മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞാൽ അത് വൃത്തികേടായിട്ട് വരും. ഇതേ കണക്ക് ഇതിപ്പോൾ അടിക്കുന്നത് നല്ല എക്സാഗറേഷൻ ഇട്ടാണ് അടിക്കുന്നത്. ആ ഒരു എക്സാഗറേഷൻ, കൂടുതൽ എക്സാഗറേഷൻ്റെ വരുമ്പോൾ കൂടുതൽ ഫീൽ വരും. ഇത് കണ്ടോ, ഇതാണ് കൂടുതൽ എക്സാഗറേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ അടി എന്ന് പറയുന്നത് എന്താണ്, സാധാരണ അടിയും. രണ്ടാമത് അടിക്കുന്ന സമയത്ത് നല്ലവണ്ണം എക്സാഗറേറ്റ് ചെയ്ത് അടിക്കുക. അതിൽ എക്സാഗറേഷൻ ഉണ്ട്, പക്ഷേ ഈ കടിക്കുന്ന സമയത്ത് ചാടുന്നത് കൂടുതൽ ലെങ്ത്ത് ചാടുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ ചെയ്യും. ആ കടിയുടെ ഡെപ്ത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഡെപ്തിലാണ് അത് കടിക്കുന്നത് എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ എക്സാഗറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, കൂടുതൽ എക്സാഗറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസ് ഓക്വേർഡ് ആവാൻ പാടില്ല, പക്ഷേ എക്സാഗറേറ്റ് ചെയ്യണത് മാക്സിമം എക്സാഗറേറ്റ് ചെയ്യുക. അതേപോലെ ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് സാധാരണ അടിക്കുന്നു, ഇനി നമ്മൾ മോർ എക്സാഗറേറ്റ് ചെയ്യണത് ഇങ്ങനെ കറക്കി ഇങ്ങനെ അടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി പോകുന്നു, ആ എനർജിക്ക് അനുസരിച്ച് ബോൾ ദൂരെ പോകുന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ ആ സമയത്ത് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അത്ര ഹിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ഫീലിൽ കൊണ്ടുവരിക. ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ പേരാണ് എക്സാഗറേഷൻ. ഇത് നമുക്ക് 3D മാക്സിൽ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 3D മാക്സിൽ 2 സ്പിയർ എടുക്കാം, കൺട്രോൾ V അടിച്ചിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കാം. ഒരു കോപ്പിയും കൂടെ എടുത്ത് നീക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2 ബോളും, ഒന്ന് നല്ലവണ്ണം എക്സാഗറേഷൻ ഉള്ളതും ഒന്ന് നമുക്ക് എക്സാഗറേഷൻ ഇല്ലാതെയും ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടിനും നമുക്ക് എന്താ എക്സാഗറേഷൻ വേണം, രണ്ടിനും എക്സാഗറേഷൻ, ഒരെണ്ണത്തിന് ഒരു എക്സാഗറേഷൻ കുറവും ഒരെണ്ണത്തിന് എക്സാഗറേഷൻ കുറവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോൾ എടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കതിൻ്റെ ഒന്നിൻ്റെ കളറങ്ങ് മാറ്റാം. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാഗറേഷൻ കുറവും ഇതിൽ നമുക്ക് എക്സാഗറേഷൻ കൂടുതലായിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം
എറൗണ്ട് ഒരു 100 ഫ്രെയിംസ് മതിയാവും. ഓക്കെ, 100 ഫ്രെയിംസ് വെച്ചിട്ട് ഓക്കെ കൊടുക്കുക. നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് എന്തടിക്കുക, ഇൻസേർട്ട് അടിക്കുക, പിവോട്ട് പോയിൻറ്റിനെ താഴേക്ക് കൊണ്ടുവരിക, ഒന്നും കൂടെ ഇൻസേർട്ട് അടിക്കുക, അവിടെ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യുക. സ്കെയിൽ ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. അടുത്ത സെലക്ട് ചെയ്യുക, എഫ് അടിച്ചു, ഇൻസേർട്ട് പ്രസ് ചെയ്തു, ജസ്റ്റ് ഇതിനെ താഴേക്ക് കൊണ്ടുവരിക. സെയിം ഇൻസേർട്ട് വെച്ചു, താഴേക്ക് കൊണ്ടുവരുന്നു, കറക്റ്റ് അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്തു, ഒന്നും കൂടെ ഇൻസേർട്ട് അടിച്ചു. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതും സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഡബ്ല്യു അടിച്ചിട്ട് രണ്ടിനെയും നമ്മൾ പഴയ പൊസിഷനിലേക്ക് രണ്ടിനെയും കൊണ്ടുവരിക. ഓക്കെ, ഇതും സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്, ഇതും സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. കാരണം എന്താണ്, പിവോട്ട് പോയിൻ്റ് എവിടെയാണ് ഇരിക്കുന്നത്, പിവോട്ട് പോയിൻ്റ് കറക്റ്റ് സെൻറ്ററിൽ എന്താ ഡൗൺ ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ജമ്പ് ചെയ്യാം. ജമ്പിൻ്റെ അകത്ത് ഞാൻ മാക്സിമം എക്സാഗ്രേഷൻ കൊണ്ടുവരികയാണ്. ഇതിൽ മാക്സിമം എക്സാഗ്രേഷൻ കൊണ്ടുവരാതെയും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സാഗ്രേഷൻ കുറച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ ഒരു പോസ് ഞാൻ എസ് അടിക്കുന്നു, അടുത്ത കീ ഫ്രെയിം സ്ക്വാഷ് ചെയ്യുന്നു. ഓക്കെ, സ്ക്വാഷ്, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു, ഇതാ എസ് അടിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓട്ടോ കീ ഫ്രെയിം ഓൺ ആക്കുക. ഓക്കെ, ഓട്ടോ കീ ഫ്രെയിം ഓൺ ആക്കി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ വീണ്ടും വന്നു, ഫസ്റ്റ് കീ ഫ്രെയിം വന്നു, ഓട്ടോ കീ ഫ്രെയിം ഓൺ ആക്കി, അത് കഴിഞ്ഞിട്ട് സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, ഡൗൺ സ്വല്പം കൂടെ ഒന്ന് ഡൗൺ ആക്കി, ഓക്കെ, ഇത്രയും വേണ്ട, സ്വല്പം കൂടെ കുറയ്ക്കുക. അപ്പോൾ എക്സാഗ്രേഷൻ കുറഞ്ഞ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വന്നു, അതിനുശേഷം ജമ്പ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഈ ഒരു ഏരിയക്കകത്ത് വന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇതാ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ ഇടുക, ജസ്റ്റ് എന്ത് ചെയ്യുക, സ്കെയിലാണ്. അപ്പോൾ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മൾ എക്സാഗ്രേഷൻ കുറച്ചാണ് ചെയ്യുന്നത്. ഡൗൺ ആകുമ്പോൾ എക്സാഗ്രേഷൻ കുറയുന്നു, എന്നിട്ട് അപ്പ് ആവുന്ന സമയത്ത് സ്വല്പം എക്സാഗ്രേഷൻ കൂടുന്നു, മിഡ് ആകുമ്പോൾ ഇങ്ങനെ വരുന്നു. അതിനുശേഷം റീച്ച് ചെയ്യുന്ന സമയത്ത് ഇവ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് റീച്ച് ചെയ്യുമ്പോഴും വളരെ മൈന്യൂട്ടായിട്ട് സ്വല്പം താഴ്ത്തി കൊടുക്കുന്നു. ഡൗൺ, ദെൻ അപ്പ്, എന്നിട്ട് പതുക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സാഗ്രേഷൻ ഇല്ല, ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഫീലിൽ വന്നിട്ട് താഴെ വീഴുന്നുള്ളൊരു ഫീലാണ്. വളരെ ചെറുതായിട്ട് ഉണ്ട് എക്സാഗ്രേഷൻ, എന്നാലും എന്ത് ചെയ്യുക, സ്വല്പം കുറച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡൗൺ അടിക്കുന്ന സമയത്ത് ഇതാ ഡൗൺ ചെറുതായിട്ട് അപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്ന എക്സാഗ്രേഷൻ ഇല്ലാത്തൊരു സംഭവമാണ്. ഉണ്ട് എല്ലാം, പക്ഷേ എന്താണ് ഫീൽ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വന്നു, ഇതാ ഇങ്ങനെ നിന്നു, ഇങ്ങനെ ഫിനിഷ് ചെയ്തു. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്തു, ഫിനിഷ് ചെയ്ത് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ടൈമിംഗ് ഒക്കെ എന്തായാലും ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, ടോട്ടലി പൊങ്ങി, ആ ഏരിയയൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ഇവിടെ എടുത്തിട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, മുകളിലോട്ട് പൊങ്ങി, അതും സ്വല്പം അത് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് സ്വല്പം അടുപ്പിച്ചിട്ട് കൊടുക്കുക. ടൈമിങ്ങിലൊന്നും ഒരു മാറ്റമില്ല, നമ്മൾ എക്സാഗ്രേഷൻ മാത്രം ഇതിൽ കുറച്ചിട്ട് കൊടുക്കണം, വേറെ ഒന്നും ഇതിൻ്റെ അത് ചെയ്യുന്നില്ല. ഇങ്ങനെ വന്നു, ഈ ഏരിയയ്ക്കകത്ത് നിന്ന് വന്നു, നിന്നു, ഡൗൺ. ഓക്കെ, ഇവിടെ നിന്ന് ഡൗണ് ഇതാ. അപ്പോൾ അത് നമ്മൾ സ്വല്പം ഒന്ന് അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഈ ഏരിയയിലുള്ളതെല്ലാം സ്വല്പം നീക്കുക, ഇതിനെ സ്വല്പം നീക്കുക, ഇതും സ്വല്പം നീക്കുക, ഈ ടൈമിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി എന്താണ്, ആൻറ്റിസിപ്പേഷൻ എല്ലാം ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഏരിയക്കകത്തും, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ ആനിമേഷൻ നോക്കിയാൽ നമുക്ക് ബേസിക്കായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണ് എക്സാഗ്രേഷൻ കുറച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കണ്ടോ, സംഭവം ഉണ്ട്, പക്ഷേ എക്സാഗ്രേഷൻ കുറച്ച് ചെയ്തിരിക്കുകയാണ്. സംഭവം എല്ലാം ഉണ്ട്, സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ എന്താണ് എക്സാഗ്രേഷൻ കുറച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മാക്സിമം ഈ ഒരു ബോളിനെ ഇതേ സംഭവം നമുക്ക് എക്സാഗ്രേഷൻ കൂട്ടി ചെയ്ത് നോക്കാം, സെയിം പ്രോപ്പർട്ടി. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോസിൽ വരുന്നു. ഓക്കെ, എസ് അടിക്കുന്നു, അതിനുശേഷം ഡൗൺ ആണ് ആവുന്നത്, ഡൗൺ അല്ലേ. ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരൊറ്റ ആൻറ്റിസിപ്പേഷനേ ഉള്ളൂ അല്ലേ. എത്രാമത്തെ ഫ്രെയിമിലാണ് ആൻറ്റിസിപ്പേഷൻ നോക്കിയേ, ഒരു 5th ഫ്രെയിമിൽ. അപ്പോൾ ഞാൻ ഇതിനെ 5th ഫ്രെയിമിൽ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, സെയിം. അപ്പോൾ ഇത് രണ്ടും എന്താണ് കോമൺ, ഒരേ ഇതായി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതിനെ എക്സാഗ്രേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തൊരു ഓപ്പോസിറ്റ് ആക്ഷൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ സ്വല്പം അങ്ങോട്ട് മുകളിലോട്ട് പൊക്കി കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണ് എക്സാഗ്രേഷൻ കൂടുതൽ, ഇതാണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഇത് സ്ക്വാഷ് ചെയ്യുന്ന സമയത്ത്
സ്ക്വാഷ് ചെയ്യണ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഷിഫ്റ്റും ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് വെച്ചിട്ട് ഇതിനെ നീക്കി ഒരു 15ാമത്തെ ഫ്രെയിം വരെ ഇതിൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ത് ചെയ്യുന്നു, നീട്ടി കൊടുക്കുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ഇങ്ങനെ നല്ലവണ്ണം അത് ചപ്പുന്നു. ഇതാ തിരിച്ച് വരാൻ പാടില്ല, ഇതിൻ്റെ ഒരു കോപ്പി തന്നെ ആയിരിക്കണം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പി എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക, ഏതാണ് ആ ഫ്രെയിം നോക്കുക. ആ ഫ്രെയിം ഇതാണ് എങ്കിൽ ഇതിൻ്റെ സ്വല്പം കൂടെ ഇതിനിങ്ങനെ ചെറുതായിട്ടൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് ആൻറ്റിസിപ്പേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സമയം ഇവനിങ്ങനെ വലിഞ്ഞ് താഴോട്ട് വരുന്ന സമയം നമ്മൾ കൂട്ടുന്നു. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് 1 2 ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തു ആൻറ്റിസിപ്പേറ്റ് ചെയ്ത സമയം. ഓക്കെ, ആ സമയം സ്വല്പം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെപ്ത് മാറിയിട്ട് ഓക്കെ ഇങ്ങനെ ആവും. കണ്ടോ, അതൊന്നും തന്നെ ഒറ്റയടിക്ക് അങ്ങ് ചാടിപ്പോയി. ഇത് നമ്മൾ നല്ലവണ്ണം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അപ്പോൾ കുറേ കൂടെ എക്സാഗറേറ്റ് ചെയ്ത് അത്രയ്ക്ക് നമ്മൾ എന്താണ് പവർ കൊടുത്തിട്ടാണ് ആൾ താഴോട്ട് വരുന്നത് എന്നുള്ളൊരു ഫീല് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്രെയിം ബാക്കിലോട്ട് മാറ്റാം. അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ കണ്ടോ ആ അത്രയും പവർ താഴെ കൊടുക്കുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യും. ഇനി അതിൽ നോക്കിയേ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താ ആ സമയത്ത് കണ്ടോ ജസ്റ്റ് ചെറിയൊരു ഇതേ കൊടുത്തിട്ടുള്ളൂ, പോയി. അപ്പോൾ ഇതിൽ നല്ലവണ്ണം ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം ഇനി ഇത് ജമ്പിലും വളരെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കാനുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഒറ്റ ഫ്രെയിമിൽ തന്നെ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചരിച്ചും കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ആൻറ്റിസിപ്പേഷൻ്റെ ഫീല് നമുക്ക് കുറച്ചും കൂടെ കിട്ടും. വേണമെങ്കിൽ ഒരു ഫ്രെയിം നീക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു എക്സാഗറേറ്റ് ചെയ്തു, ആ എക്സാഗറേഷൻ കീപ്പ് ചെയ്തു, ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, അവിടെ നിന്ന് മുകളിലോട്ട് പൊങ്ങി അതിനെന്ത് ചെയ്തു, 2 ഫ്രെയിം ജസ്റ്റ് ടോപ്പിലേക്ക് മാറ്റി, സ്വല്പം കൂടെ നീക്കി ഒന്ന് ജസ്റ്റ് ടോപ്പിലേക്ക് മാറ്റി കൊടുത്തു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്താ എയറിലായത്, അതുവരെ എയറിലാണ്. അടുത്തൊരു ഫ്രെയിം എന്ന് പറയുന്നത് വീണ്ടും ടോപ്പിൽ വീണ്ടും വന്നിട്ട് പഴയ പോലെ അതിൻ്റെ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് താഴ്ന്നു. ഇവനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചു. ഇതിനെ സ്വല്പം ഒന്ന് താഴ്ത്തി കറക്റ്റ് ഏരിയയിൽ വെച്ച് കൊടുക്കുക. അത് ഷേപ്പ് ഓക്വേർഡ് ആവരുത്, ആ ഒരു നോർമൽ ഷേപ്പിൽ വെച്ചിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വന്നു കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, മാക്സിമം സ്ട്രെച്ച് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ മാറി സ്വല്പം ഒന്ന് തിരിച്ചു കൊടുക്കുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക. ആ ഏരിയയ്ക്കകത്ത് സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വ്യൂ സ്ക്രീൻ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ പാരൻ്റ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ ലോക്കലാക്കിയ സമയത്ത് കണ്ടോ അതിനനുസൃതമായിട്ട് അത് ചരിഞ്ഞു. കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലോക്കൽ മാറ്റിയിട്ട് സ്ക്രീനാക്കി നോക്കുക, വേൾഡ് ആക്കി നോക്കുക. അങ്ങനെ നമുക്ക് പിവോട്ട് പോയിൻറ്റിൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കിനി ലോക്കലായി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെച്ച് ഉണ്ടോ കറക്റ്റായിട്ട് സ്ട്രെച്ച് ആയിക്കോളും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിവോട്ട് പോയിൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പിവോട്ട് പോയിൻ്റ് പ്രശ്നം നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ പൊസിഷനിൽ വന്നു, ഇവിടെ നിന്ന് നോർമൽ പൊസിഷനിൽ വന്നു. അപ്പോൾ അടി വരാൻ പാടില്ല. നോർമൽ പൊസിഷനിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനെന്ത് ചെയ്യുക, ഒന്ന് സ്വല്പം ടോപ്പിലോട്ടാക്കുക. അതേപോലെ വ്യൂ മാറ്റിയിട്ട് നമുക്ക് ഏതാണ് നമുക്ക് സ്ട്രെച്ചിന് അനുയോജ്യമായിട്ട് വരുന്നത് അത് നമ്മൾ ഫിക്സ് ചെയ്യുക. ലോക്കൽ മാറ്റി വേൾഡ് ആക്കുകയോ ഏതാണ് പ്രോപ്പർ ആക്കുന്നത് അതിനനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്വല്പം റൊട്ടേഷൻ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് മാക്സിമം എക്സാഗ്രേറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു കോപ്പി തന്നെ ഇവിടെ എടുത്തു. ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ഈ ഒരു പോസ് തന്നെ കുറേ സമയം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നൊരു ഫീൽ കൊടുക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്വല്പം ഇങ്ങോട്ട് നീക്കി എന്നിട്ട് സ്വല്പം ഒന്ന് പൊക്കി സ്വല്പം അങ്ങോട്ട് എയറിലോട്ട് വിട്ടു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഏരിയക്കകത്തുണ്ട്, അതായത് ഈ ഒരു കോപ്പി തന്നെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക, സ്വല്പം അങ്ങോട്ട് നീക്കുക, ആ ഒരു ഏരിയക്കകത്തോട്ട് നീക്കി വെച്ച് കൊടുക്കുക. ഏത് ഏരിയക്കകത്താണ് ഈ ഒരു കോപ്പി, ഈ ഒരു ഏരിയക്കകത്ത്, അതായത് ഒന്നുകൂടെ ഞാൻ റിമൂവ് ചെയ്യാം. ഇതിൻ്റെ കോപ്പി ഈ ഒരു കീ ഫ്രെയിം ഉണ്ടല്ലോ, എയറിൽ ഇരിക്കുന്ന കീ ഫ്രെയിം, ആ കീ ഫ്രെയിം തന്നെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, സ്വല്പം ഇങ്ങോട്ട് നീക്കി നോക്കുക, സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട്. അത് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കീ ഫ്രെയിമിൽ തന്നെ വന്നിട്ട് നീക്കണം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയക്കകത്ത് തന്നെ നിൽക്കുന്നൊരു ഫീൽ. ഈ മിഡ് വെച്ചിട്ട് നമ്മൾ സ്വല്പം ഒന്ന് പൊക്കി കൊടുക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരൽ മുകളിലേക്ക് തന്നെ വന്നിട്ട് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയക്കകത്ത് തന്നെ വന്ന് നിൽക്കുന്ന ഒരു ഫീലിങ്ങിന് കിട്ടും. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇനി താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോകുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, നമ്മൾ പാരൻ്റ് മാറ്റിയിട്ട് എന്താക്കുക, ലോക്കലാക്കുക.
ലോക്കലിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ലോക്കൽ അവിടെ തന്നെ വെക്കുക, സ്വല്പം ഒന്ന് താഴ്ത്തി കൊടുക്കുക, താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് സ്വല്പം കൂടെ അങ്ങോട്ട് നീക്കി നമുക്ക് ആ ഒരു ടൈമിങ്ങും പ്രോപ്പറായി കൊടുക്കുക. ഡൗൺ, സ്വല്പം കൂടെ ഡൗൺ, ഈ ഒരു ഏരിയക്കകത്ത് റീച്ച് ചെയ്യത്തക്ക രീതിയിൽ ഡൗൺ. ഓക്കെ, ഇവിടെ എത്തിയിട്ട് ഈ ഒരു ഏരിയക്കകത്തുനിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആളിനെ കറക്റ്റ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് മാറ്റാം. വ്യൂ മാറ്റിയിട്ട് സ്ക്രീൻ ആക്കണമെന്ന് സ്ക്രീൻ ആക്കാം. ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ആക്കാം. ഡൗൺ ആക്കുന്ന സമയത്ത് സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ആക്കാം. വേറെ നിങ്ങൾ പിവോട്ട് പോയിൻ്റ് ഏത് രീതിയിലാണോ വ്യത്യാസം വരുത്തേണ്ടത് അത് വ്യത്യാസം വരുത്തുക. പാരൻ്റ് ആണോ, ലോക്കലാണോ, ഗിംബലാണോ എന്നുള്ള കാര്യം നോക്കിയിട്ട്. ഇതിപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല ഡൗൺ ആക്കുന്ന സമയത്ത്. ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഡൗൺ. ഇനി വ്യൂവിലാണെങ്കിലോ, വ്യൂവിലൊന്ന് ഡൗൺ ആക്കി നോക്കാം. എക്സാക്റ്റ് കറക്റ്റ് ആ ഷേപ്പ് തന്നെ വരണം. സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ആക്കി നോക്കുക. അതേപോലെ വേൾഡ് ആണെന്നുണ്ടെങ്കിൽ വേൾഡ് ആക്കി നോക്കുക. ആ റൊട്ടേഷൻ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് സ്ക്വാഷ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഡൗൺ, മാക്സിമം ഡൗൺ. നമുക്ക് എക്സാഗ്രേറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് മാക്സിമം ഡൗൺ ആക്കുക അതിനെ. ഡൗൺ, ദെൻ അപ്പ്, മോർ അപ്പ്. എക്സാഗ്രേഷനാണ്, സോ മോർ അപ്പ്, ദെൻ ഡൗൺ. ഡൗൺ. ഈ ഡൗൺ ആകുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു വേൾഡിൻ്റെ ഏരിയ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, കറക്റ്റ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഏതിലാണെന്ന്. പാരൻറ്റ്, ലോക്കലാണെങ്കിൽ ആ ഒരു രീതിയിൽ സ്ട്രെച്ച്. അപ്പോൾ ലോക്കൽ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവത്തില്ല. അടുത്തത് നമുക്ക് ഈ ഒരു ഏരിയക്കകത്ത് വെച്ചൊന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. ഇല്ല, ഇതും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീനാണ് ഒരു വിധമെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ തന്നെ ഉപയോഗിക്കാം. ഡൗൺ, ദെൻ അപ്പ് ചെയ്യുമ്പോൾ സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പ്രോപ്പർ ആക്കുക, കറക്റ്റ് ആക്കുക. അപ്പ് ആകുമ്പോൾ അത് കറക്റ്റായി ഡിലീറ്റ് ചെയ്യുക. ഡൗൺ, അപ്പ് സ്വല്പം കൂടെ ഒന്ന് കുറയ്ക്കുക. എക്സാഗ്രേഷൻ ആണെങ്കിലും അതിന് ലിമിറ്റ് വേണം. ഓവറായി കഴിഞ്ഞാൽ അതൊരു ഫീൽ വരത്തില്ല. ഡൗൺ, അപ്പ്, ദെൻ റിലാക്സ്, ഡൗൺ, അപ്പ്, ഡൗൺ. എന്നിട്ട് അത് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് ഓവറായിപ്പോയി. അപ്പ്, ഡൗൺ, അപ്പ്. ഈ അപ്പ് സ്വല്പം ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇത് ഡൗൺ സ്വല്പം കൂടിപ്പോയി, സ്വല്പം കുറയ്ക്കുക. ഡൗൺ, അപ്പ്, ദെൻ ഡൗൺ, സ്വല്പം കുറയ്ക്കുക. ഓക്കെ, ഇനി നമ്മളിത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതിനാണ് ആൻറ്റിസിപ്പേഷൻ ഉള്ളത് നമുക്ക് നോക്കാം. സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. രണ്ടിനകത്ത് സ്ക്വാഷും സ്ട്രെച്ചും ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആൻറ്റിസിപ്പേഷൻ ഏതിലാണ് ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടാൽ അറിയാലോ ഏതിനാണ് ആൻറ്റിസിപ്പേഷൻ കൂടുതലായിട്ടുള്ളത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെയ്തതിനാണ് ആൻറ്റിസിപ്പേഷൻ കൂടുതൽ. മറ്റേതെന്താണ്, ആക്ച്വലി അത് ചാടുന്നുണ്ട്. ഓക്കെ, ബാക്കി ഫിനിഷിങ് കാര്യങ്ങളും എല്ലാം കൊള്ളാം. പക്ഷേ ഇതിൽ ചാടുന്ന സമയത്ത് അതിന് കുറച്ചും കൂടെ ഒരു ആൻറ്റിസിപ്പേഷൻ, അത്രയ്ക്ക് പവറിലാണ് അത് ചാടുന്നത് എന്നുള്ളൊരു ഫീൽ. അപ്പോൾ അത്രയും പവറിൽ ചാടുമ്പോൾ എന്താണ് പ്രശ്നം, അത്രയും പവറിൽ ചാടുമ്പോൾ ഇവിടുത്തെ ഒരു ഹോൾഡ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചും കൂടെ മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം കൊടുക്കുക അതിന്. ആ ഹോൾഡിന് കുറച്ചും കൂടെ ടൈമും കൊടുക്കുക. അതുപോലെ തന്നെ റീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഡൗൺ, അപ്പ് നമുക്ക് അപ്പോൾ സ്വല്പം കൂടെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്വല്പം കൂടെ ഒന്ന് അപ്പ് കൊടുക്കുക. അപ്പ്, ദെൻ ഡൗൺ, ദെൻ റിലാക്സ്. ഡൗൺ, സ്വല്പം കൂടെ ഡൗൺ ആക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഡൗൺ ആക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ മാക്സിമം നമുക്കുണ്ടെങ്കിൽ സ്വല്പം ചരിച്ച് കൊടുത്താലും പ്രശ്നമില്ല. ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ആ ഒരു ലൈവ് ആണെന്നുള്ളൊരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്വല്പം കൂടെ ഇതിനൊന്ന് നമ്മൾ പുഷ് ചെയ്യണമെന്ന് ബാക്കിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. യെസ്, ഓക്കെ. അതുപോലെ ഇവൻ എയറിലിരിക്കുന്ന സമയം വേണമെങ്കിൽ കുറച്ച് സമയം കൂട്ടാം. സ്വല്പം സെലക്ട് ചെയ്യുക, 1, 2. ഇത് ഇവിടെ എയറിലിരിക്കുന്ന സമയം നമുക്ക് സ്വല്പം കൂടെ സെലക്ട് ചെയ്യുക, 1, 2. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ എക്സാഗ്രേഷൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ രണ്ടും നമ്മൾ വ്യത്യാസം അറിയാൻ പറ്റും.
ഓക്കെ, ഇപ്പോൾ നോക്കിയേ 1 ആൻഡ് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം എക്സാഗറേഷൻ കൊടുത്തിരിക്കുന്ന ഏതിലാണ്? രണ്ടാമത്തേലാണ്. ഇപ്പോൾ അവസാനത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിന് അവസാനത്തെ കുറച്ചും കൂടെ ഒരു ഫീലിംഗ് കൊടുക്കാം. ഡബിളായിട്ട് ചാടിയല്ലോ, ഈ ചാടി നിൽക്കുന്ന ഏരിയയിലുണ്ടല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ഏരിയ, ഡൗൺ അപ്പ് ദെൻ ഡൗൺ, ഒന്നുകൂടെ ഡൗൺ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സെറ്റിലിംഗ് പ്രോപ്പറാവും, ആ ഒരു ഫിനിഷ് പ്രോപ്പറാവും. ഇനി ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യുക? ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അപ്പോൾ ഒരു റിയലി ഒരു ബോളിൽ തന്നെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആൻറ്റിസിപ്പേഷനും എല്ലാ പ്രിൻസിപ്പിളും നമുക്ക് ഈ ബോളിൽ തന്നെ കൊടുത്താലും നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ പ്രിൻസിപ്പിൾ ഈ ബോളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതേപോലെ ടൈമിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ആൻറ്റിസിപ്പേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ ഈ ഒരു ഫ്രെയിം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെച്ച് കൊടുത്താൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പോൾ സ്ട്രെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്ക്രീനാണോ വേൾഡാണോ അതിനനുസൃതമായിട്ട് സ്ട്രെച്ച് വർക്ക് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പാരൻ്റ് ആണോ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയതാ കണ്ടോ, ആ ഒരു സ്ട്രെച്ചും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ. അത് സ്ട്രെച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും കുറച്ചൊന്ന് സ്ട്രെച്ചും കൂടെ ചെയ്യുക. സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ കറക്റ്റായിട്ട് കിട്ടും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ട് കഴിയുമ്പോൾ കിട്ടും. ഇനി ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. വിത്ത് ആൻറ്റിസിപ്പേഷൻ ആൻഡ് വിത്തൗട്ട് ആൻറ്റിസിപ്പേഷൻ. ഇവിടെ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഒന്നുകൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം കൂടെ സൂം ചെയ്ത് വെച്ച് പ്ലേ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണെന്ന്. ഇപ്പോൾ ലാസ്റ്റ് കുഷ്യൻ സെറ്റിലും എന്താണ് പ്രോപ്പറായിട്ട് കുഷ്യൻ സെറ്റിലും ആയിട്ടുണ്ട്. കുഷ്യൻ സെറ്റിൽ മീൻസ് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ, ആ നിൽക്കുമ്പോൾ ഒരു കുഷ്യൻ സെറ്റിൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് മാക്സിമം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫീൽ പോലെ, ഒരു തവള ചാടുന്ന ആ ഒരു ക്യാരക്ടർ ചാടുന്ന ഒരു ഫീലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ നോർമലായിട്ടുള്ളൊരു സംഭവമാണ്, വെറുതെ ഇങ്ങനെ ചാടുന്നു, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അത്യാവശ്യം ടൈമിങ്ങും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സാഗ്രേഷൻ കൂട്ടിയപ്പോൾ എന്താണ്, ടൈമിംഗ് കൂട്ടി, അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്, ദെൻ ആൻറ്റിസിപ്പേഷൻ, ദെൻ ദർ ഈസ് എൻ ആർക്ക്, ജമ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ആർക്ക്, പിന്നെ ഫോളോ ത്രൂ ഉണ്ട്. ഒരെണ്ണം കഴിഞ്ഞിട്ടാണ് അടുത്ത് സെറ്റിൽ ചെയ്യുന്നത്, ഫോളോ ത്രൂ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം എന്ന് വെച്ചാൽ ആ ഹിപ്പ് മാത്രം അവിടെ, ആ മെയിൻ കൺസ്ട്രെയിൻ പാർട്ട് മാത്രം അവിടെ ഇരുന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് മറ്റേത് എന്താണ് ബാക്കിയുള്ള ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോളോ ത്രൂ ആൻഡ് ഓവർലാപ്പിംഗ് ആക്ഷനും ഉണ്ട്, ആർക്കുണ്ട്, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബോൾ ബൗൺസിങ്ങിൽ വരെ എന്താണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള അനിമേഷൻ നമുക്ക് എത്രത്തോളം അറിയാമെന്ന് ഒരാൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈവൻ ഒരു ബോൾ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതാണ് നമ്മളെ ക്വാളിറ്റി എന്താണ്, അനിമേഷൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. ഇനി നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനി ഒരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഇത് ഭയങ്കരമായിട്ട് ചപ്പിയിരിക്കുകയാണ് കണ്ടോ, ഈ ഒരു ഏരിയ മാത്രം ചപ്പിയിരിപ്പുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ശരിയാക്കിയിട്ട് പഴയ ആ ഒരു ബോളിൻ്റെ കൺസ്ട്രെയിനിലോട്ട് കൊണ്ടുവരാം. ആ ഷേപ്പ് ഉണ്ടല്ലോ, ബോളിൻ്റെ ഷേപ്പ് സ്വല്പം ഒന്ന് ഓക്വേർഡായിട്ട് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു. ആ ഒരുപാട് ഓക്വേർഡായി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ബോളിൻ്റെ കേസിൽ പ്രശ്നമില്ല, എന്നാലും നമ്മൾ ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രം ഒന്ന് ശരിയാക്കുക. ഈ ഒരു ഏരിയ മാത്രം, ആ ഒരു ഏരിയക്കകത്ത് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒറ്റ ഷേപ്പിലാണ് ഇരിക്കുന്നത്, ആ ഷേപ്പ് മാത്രം ഒന്ന് ശരിയായി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു നല്ല അനിമേറ്റർ ആണെങ്കിൽ ഒരു നല്ല ബോൾ ബൗൺസ് എപ്പോഴും ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു നല്ല അനിമേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ കറക്റ്റ് അനിമേഷൻ ഒരു ബോൾ ബൗൺസിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രത്തോളം അയാൾക്ക് അനിമേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. സോ ബേസിക്കായിട്ട് നമ്മളെപ്പോഴും ഒരു ബോൾ ബൗൺസിങ് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കി അനിമേഷൻ എല്ലാം എന്താണ് പക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലെ ടൈമിംഗ് എങ്ങനെയാണ് അതനുസരിച്ചാണ് ബാക്കിയുള്ളതിൻ്റെ ടൈമിംഗ് എല്ലാം. ബാക്കിയുള്ളതിനെല്ലാം കൺട്രോൾസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം എന്താണ് സെയിം തന്നെയാണ്.